ഒരു കഥ ഇപ്രകാരം വായിക്കാനിടയായി. ഒരിക്കൽ ഒരമ്മയും തൻ്റെ 3 വയസ്സിൽ താഴെയുള്ള ഏകമകളും വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കുഞ്ഞു മുറ്റത്ത് ഓടിക്കളിക്കുന്നു, വളരെയധികം സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുന്നു. അമ്മ കുഞ്ഞു മകളുടെ കളിയും ചിരിയും ആസ്വദിച്ചുകൊണ്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു വിഷസർപ്പം തൻ്റെ ഫണങ്ങൾ വിടർത്തി കുഞ്ഞിന് നേരെ നിൽക്കുന്നത് ആ അമ്മ കണ്ടു. ഉടനെ അമ്മ ഓടി ആ മകളെ തൻ്റെ മാർവോട് ചേർക്കാനിടയായി തീർന്നു. പക്ഷെ ഒന്നും അറിയാത്ത ആ കുഞ്ഞ് ആ സർപ്പത്തെ ഒന്ന് നോക്കാനിടയായി. ഫണങ്ങൾ വിടർത്തി നിൽക്കുന്ന ആ സർപ്പം അവളെ വല്ലാതെ ആകർഷിച്ചു. അതിൻ്റെ ഭംഗി അവൾക്കതിനോടുള്ള ഇഷ്ടം വർദ്ധിപ്പിച്ചു, അതിനോട് ഇഷ്ടം തോന്നുമാറാക്കി. അവൾ ആ സർപ്പത്തെ തനിക്ക് വേണമെന്ന് പറഞ്ഞ് അമ്മയോട് വളരെയധികം കരയാനിടയായി തീർന്നു. പക്ഷേ ആ സർപ്പം എന്താണെന്നും അതിനുള്ളിലെ വിഷത്തിൻ്റെ ഭയങ്കരത്വം എന്താണെന്നും അറിയാവുന്ന അമ്മ ആ കുഞ്ഞ് എത്ര വാശി പിടിച്ചാലും അതിനെ കുഞ്ഞിന് സമ്മാനമായി നൽകില്ല. ആ കരച്ചിലിന് മറുപടിയായി ആ സർപ്പത്തെ കൊടുക്കില്ല. കാരണം ആ മാതൃസ്നേഹത്തിനറിയാം ആ സർപ്പം തൻ്റെ കുഞ്ഞിന് ഗുണമല്ല, ദോഷമാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, എത്ര അർത്ഥവത്തായ ഒരു ചിന്തയാണ്. പലപ്പോഴും നാമും ദൈവത്തോട് ഇപ്രകാരമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും ലഭിക്കുന്നില്ല? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല. പല സാഹചര്യങ്ങളിലും ചിലതിനു വേണ്ടി നാം ദൈവത്തോട് വളരെയധികം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നിരാശ തോന്നുമാറ് ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടിയും ലഭിക്കാറില്ല. ഈ അവസരത്തിൽ നാം പലപ്പോഴും ദൈവസന്നിധിയിൽ അസംതൃപ്തരായി തീരാറില്ലേ? നാം ആഗ്രഹിക്കുന്നത് പോലെയല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നാം ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിനറിയാം അത് നമ്മുടെ ഗുണത്തിനല്ല, അത് നമ്മുടെ ദോഷത്തിനായി തീരുമെന്ന്. അതല്ലെങ്കിൽ അത് നമുക്ക് വഹിക്കാൻ കഴിയുന്നതും നമ്മുടെ കഴിവിനപ്പുറവുമായിരിക്കുമെന്നുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം മുതൽ താഴോട്ട് കാണുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ദോഷികളായ നാം നമ്മുടെ മക്കൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്യാതെ നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് ദോഷമായിട്ടുള്ളതൊന്നും അനുവദിക്കുകയില്ല. നമ്മുടെ നന്മയ്ക്കായി മാത്രം അനുവദിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയ വളരെ ആഗ്രഹത്തോടെ കാത്തിരുന്നിട്ടും മറുപടി ലഭിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ നിരാശരാകുന്നുണ്ടെങ്കിൽ ചിന്തിച്ചുകൊള്ളുക. ചിലപ്പോൾ അത് നമ്മുടെ ഗുണത്തിനല്ല, അത് നമ്മുടെ ദോഷത്തിനായി തീരുമെന്ന് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് അറിയുന്നു. അതിനാൽ അത് വൈകുന്നു, അല്ലെങ്കിൽ അത് ലഭിക്കുന്നില്ല. അതല്ലെങ്കിൽ അതിന്മേലുള്ള ദൈവഹിതം മറ്റൊന്നായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവഹിതപ്രകാരമുള്ളതായി തീരട്ടെ. ദൈവം അനുവദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മറുപടിയായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.